ഹായ് ഡിയേഴ്സ്, ഞാൻ ആശ. ആഫ്രിക്ക വിത്ത് ആശ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാൾ കൂടി ഇന്ന് കമ്പാലയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫുൾ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ, നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഇച്ചേനുണ്ട്, കുക്കുണ്ട്, ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ കുക്കുവിൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ എനിക്ക് ഇച്ചാന് ഐ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം തിരിച്ചു വരണം. കാറേ കയറിയപ്പോഴേ കുക്കു നല്ല ഉറക്കമായി. ഇനി അവിടെ ഇന്ന് ഉറങ്ങി. ഇനി അവിടെ ചെന്ന് വിളിച്ചെങ്കിലേ കുക്കു എഴുന്നേക്കത്തുള്ളൂ. നല്ല ഉറക്കമാണ്. വീട്ടിലാണെങ്കിൽ ഈ സമയം കുക്കു കളിക്കാൻ പോകും, ഒരുറക്കവും ഇല്ല. പക്ഷെ ഇന്ന് ഉറങ്ങി. ഇതിപ്പോൾ കമ്പാലയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്നത്. ആക്ച്വലി നാഗുരു എന്ന് പറയും. നാഗുരു ഇവിടെ മെയിനായിട്ട് വില്ലകളും VIP ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ ഏരിയ. ഈ റോഡ് നേരെ പോകുന്നത് ഈ കമ്പാലയിലെ URA എന്ന് പറയും. URA എന്ന സ്ഥലത്തേക്ക്. URA എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ഇൻകം ടാക്സ്, സെയിൽ ടാക്സിന്റെ ഓഫീസ് ഇല്ലേ, ഇവിടെ എല്ലാം, അതായത് ഇവിടുത്തെ സെയിൽ ടാക്സ്, ഇൻകം ടാക്സ്, വിത്ത് ഹോൾഡിംഗ് ടാക്സ്, എല്ലാം വരുന്നത് ഒറ്റ ഇതിന്റെ കീഴിലാണ്. അതിന് പറയുന്ന പേരാണ് URA എന്ന്. നമ്മൾ പോകുമ്പോൾ ജംഗ്ഷനിലുള്ള ചെറിയ ചെറിയ കടകളാണ് ഇവിടെ കൂടുതൽ. ഈ ക്ലോത്തിൻ്റെ കടകൾ ഒരുപാട് കാണാൻ പറ്റും. ഇതിനുള്ളിലേക്കുള്ള ഒരു വഴി, ഇതൊക്കെ വില്ലേജുകളിലേക്കുള്ള വഴികളാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന വഴിക്കുള്ള ഒരു ഹാർഡ്വെയറിൻ്റെ കടയാണ് ഈ കാണുന്നത്. പിന്നെ ഒരു ഫാർമസിയൊക്കെ ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ ചെറിയ ചെറിയ വീടുകൾ, ഇവിടെ ഈ റോഡ് സൈഡിലൊക്കെ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന വീടുകൾ, അതൊക്കെയാണ് ഈ കാണുന്നത്. ഒരു റൂമൊക്കെ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ സ്കൂള് വിട്ടിരിക്കുക കേട്ടോ. അവിടെ ഭയങ്കര ബ്ലോക്കാണ്. നമ്മുടെ കേരളത്തിലൊന്നും ഇതുകണക്ക് ജാമില്ല, അത് കണക്കാണ്. ഞങ്ങളിതുപോലെ ഒരു സിഗ്നൽ കിടക്കുവാണ്. സ്കൂള് വിട്ടതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. അതുകൊണ്ട് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടോ. ഒരു മേജർ ആക്സിഡന്റ് കൂടെ നടന്നു, അതായിരുന്നു വിഷയം. എന്നോട് പോലീസും പട്ടാളമൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. രണ്ട് ബോഡ കൂട്ടിയിടിച്ചതാ കേട്ടോ. ബോഡയുടെ വിഷയമാണ്. ബോഡ എന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട്, ബൈക്ക്. നമ്മളിപ്പോൾ ഫോറസ്റ്റ് മാളിലാണ് എത്തിയിരിക്കുന്നത്. എൻട്രൻസിനുള്ള ടിക്കറ്റ് എടുത്തു, നമ്മൾ കയറുവാണ്. ഫോറസ്റ്റ് മാളിൽ നമ്മൾ വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐ ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ ഐ ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. ഇവിടെ നമ്മളെ മിലേനിയം ഒപ്റ്റിക്കൽസിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നമ്മളിവിടെ വന്ന് കുറേ ഷോപ്പുകളുണ്ട്. അപ്പം നമുക്ക് പോകേണ്ട ഷോപ്പ് നോക്കി നടക്കുക. ഇച്ചാൻ്റെ പുറകെ നമ്മളും പോവുക മിലേനിയത്തിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഏരിയയിലേക്ക് വരുന്നത്. നമ്മളപ്പുറത്ത് നമുക്ക് ലുഗോഗോ മാളുണ്ട്. ലുഗോഗോ മാളിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. പക്ഷേ ഈ ഏരിയയിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ മിലേനിയത്തിൽ എത്തിയപ്പോഴത്തേക്ക് മിലേനിയത്തിൽ എത്തിയപ്പോൾ ഇതിൻ്റെ ഓണർ ഒരു മലയാളിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ മിക്കവാറും നമ്മളങ്ങനെ കാണാറില്ലായിരുന്നു. മുൻപ് ഞാൻ വെച്ചിരിക്കുന്ന സ്പെക്സ് ചെയ്തത് നമ്മൾ അക്വേഷ്യ മാളിൽ ഒരു ഷോപ്പുണ്ട്, അവിടെ ചെന്നപ്പോഴത്തേക്കായിരുന്നു. അപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മലയാളിയാണെന്ന്. ഇച്ചാൻ പോയി സംസാരിക്കുന്നുണ്ട്. ഇച്ചാൻ സംസാരിക്കുക. നമ്മുടെ മറ്റേ ടീ ഷോപ്പ് കടയിൽ വെച്ച് നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരള സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുണ്ടല്ലോ, അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഞാനൊന്ന് കാണിക്കാവേ ഷോപ്പേ. ഇത് കണ്ടോ. പക്ഷെ നേരത്തെ അറിഞ്ഞത് നമുക്കൊന്ന് വരായിരുന്നു. പിന്നെ നമ്മുടെ മെഡിക്കലുള്ള ഷോപ്പുകളൊക്കെ നോക്കിയെടുത്തപ്പോഴത്തേക്ക് നമുക്കിവിടെയാണ് ലൊക്കേഷൻ കിട്ടിയത്. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ ആദ്യമായിട്ടാണെങ്കിലും നല്ല സെലക്ഷനുണ്ട്. ഇനി നമുക്ക് ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചാനും ഉണ്ട് ചെക്കപ്പ്.
കുക്കു ഇപ്പം ഹോം സ്കൂൾ ആയതുകൊണ്ട് ഫുൾ ടൈം സിസ്റ്റത്തേലാണ് നോക്കിയിരിക്കുന്നുണ്ട്. കുക്കുവിൻ്റെ ഐയും കൂടി ഒന്ന് ചെക്കപ്പ് ചെയ്യണം. കുക്കു വണ്ടിയിലിരുന്ന് ഉറങ്ങി ആകെ ബോറായിട്ടിരിക്കുക അല്ലേ. കുക്കുവിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കാണിക്കാവേ നിങ്ങളെല്ലാവരും. ഇച്ചായൻ്റെ ചെക്കപ്പാണ്. കുക്കുവിൻ്റെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് കുക്ക് വന്ന് ഇവിടുത്തെ നല്ല സ്മാർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. കുക്കുവിനൊരു ചെറിയ പവറിൻ്റെ സ്പെക്സ് കൊടുക്കാമെന്ന് പറഞ്ഞു. കാര്യം ഫുൾ ടൈം ക്ലാസ് എല്ലാം എന്താണ് നമ്മുടെ സിസ്റ്റത്തെ നോക്കിയിരിക്കുന്നു, പിന്നെ ഫോണിൻ്റെ ഉപയോഗമുണ്ട്. അപ്പോൾ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പവർ സ്പെക്സ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇച്ചാൻ്റെ ഫസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞ്? അങ്ങനെയാണോ? ഈ ചാനൽ ലെൻസ് ചെക്കപ്പ് തുടങ്ങി. ശരി, ഇരിപ്പുണ്ട് അവിടെ. ഇച്ചാൻ ചെക്ക് ചെയ്തോ? എടുത്തോ? കുക്കുവിന് സ്പെക്സ് വെച്ച് നോക്കുക. അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഇൻഷുറൻസ് അപ്രൂവ് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നിൽക്കിച്ചാൽ അതെ കടല കഴിക്കുക. കടലയല്ല, എന്താണ് പറയുന്നത്, കപ്പലണ്ടി എന്ന് പറയും. നമ്മുടെ കോട്ടയംകാർ നിലക്കടല എന്ന് പറയും. അതുണ്ടോ എന്നുണ്ടെ നാടൻ രീതിയിൽ കപ്പലണ്ടി കഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതേ ഇവിടെ വേറൊരാളും കൂടി ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ കപ്പലണ്ടി വറുത്തതായിട്ട് ആൾക്കാരിങ്ങനെ നിൽക്കും. അപ്പോൾ 1000 ഷില്ലിങ്സിനൊക്കെ മേടിക്കും, കുറച്ചേറെ ഉണ്ടാവും കേട്ടോ. നല്ല ഫ്രഷാണ്, നല്ല ഫ്രഷായിട്ട് ഫ്രൈ ചെയ്തതാണ്. അവിടെ ഒരു ATM കൗണ്ടറൊക്കെ ഉണ്ട്. നമ്മളെ 1 മണിക്കൂർ എങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്രൂവായി വരാനായിട്ട്. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം ആയതുകൊണ്ട് നമുക്ക് നാളെ ഒന്നും വരാൻ പറ്റില്ല. അത് കാരണം നമ്മളോർത്തു കുറച്ചൊരു ഇവിടെ വെയിറ്റ് ചെയ്താലും അപ്രൂവായി വന്നിട്ട് പോകാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് വിശക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ എങ്ങും മലയാളീസിൻ്റെ ഒന്നും ഇന്ത്യൻ ഷോപ്പുകളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ കുറച്ച് മുൻപോട്ട് ചെന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കവിടെ മറ്റേ കേരള സ്നാക്സിൻ്റെ ടീ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ പോയി ടീ ഒക്കെ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പോകുമ്പോൾ അതൊക്കെ കാണാവേ. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തോട്ട് വന്ന ആദ്യത്തെ കാര്യം സാധിച്ചു. നമ്മുടെ സ്പെക്സ് എല്ലാം നമ്മുടെ ഐ ചെക്ക് ചെയ്തു, സ്പെക്സിന് ഓർഡർ കൊടുത്തു. ഇനി അത് വരുമ്പോഴത്തേക്ക് നമ്മളെ കോൾ ചെയ്യും, അപ്പോൾ ചെന്ന് വാങ്ങിയാൽ മതി. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി കുക്കുവിൻ്റെ ഹെയർ കട്ട് ചെയ്യണം. ഇനി നമ്മൾ പോകുന്നത് കമ്പാല ബുക്കോട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സലൂൺ ഉള്ളത്. അപ്പം അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. ഞാൻ നോക്കുന്ന ബൈക്ക് വരുന്നുണ്ടോ, നോക്കിക്കോണം കേട്ടോ, ബോർഡോ എല്ലാം വരുന്നുണ്ടോന്ന്. കാര്യം നമ്മളിങ്ങനെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സൈഡിൽ കൂടെ ഓടായിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഫോൺ പിടിച്ച് പറിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇതാണ് ചൈനയുടെ ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ ചൈനയുടെ എല്ലാ പ്രൊഡക്ട്സും കിട്ടും. അവരുടെ മാഗി, അവരുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. ഇപ്പോൾ നമ്മൾ പോകുന്നത് കുക്കു നേരത്തെ ഇവിടുത്തെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അത് കാണിച്ചു തരാതെ. സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾ ടൈം കഴിഞ്ഞ് പോകുന്നുണ്ട്. ഇവിടുത്തെ യൂണിഫോം കണ്ടോ. നമ്മളിനി കുക്കുവിൻ്റെ ഹെയർ കട്ടിങ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് കണ്ടോ, റോഡ് സൈഡിലൊക്കെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്.
ഇപ്പം നമ്മൾ കുക്കുവിൻ്റെ സ്കൂളിൻ്റെ അടുത്തൂടെയാണ് പോകുന്നത്. അതായത് കുക്കു കഴിഞ്ഞ വർഷം വരെ ഇവിടെ നമ്മുടെ ഉഗാണ്ടയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുക്കു പഠിച്ച സ്കൂളാണ് ഇനി കാണുന്നത്. കാണിക്കാം. ഇതാണ് കുക്കുവിൻ്റെ സ്കൂള്, കമ്പാല പേരൻസ് സ്കൂള്. ഈ സ്കൂളിലാണ് കുക്കു പഠിച്ചത്. 5th സ്റ്റാൻഡേർഡ് കുക്കു ഈ സ്കൂളിലാണ് പഠിച്ചത്. ഇത് എൻ്റെ വീഡിയോക്കകത്തൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. ഈ സ്കൂളെ നമ്മുടെ കുക്കുവിൻ്റെ സ്കൂള്. നമ്മൾ ഉച്ച എപ്പോഴാണ് ഇറങ്ങിയത്. അപ്പം ഇപ്പം നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ വന്ന് നോർത്ത് ഇന്ത്യൻ സ്നാക്സൊക്കെ കഴിക്കുന്ന ഒരു ഷോപ്പിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഷോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ സമൂസ ചാട്ട് കിട്ടും ഇവിടെ. ഇപ്പം സമൂസ ചാട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ജീരകം 2400 ഷില്ലിങ്സ്. കടുകാണേ, കടുക് ചെറിയ പാക്കറ്റ് 100 ഗ്രാമിൻ്റെ 1800 ഷില്ലിങ്സ്. ഉലുവയാണേ, ഉലുവയും 1800 ഷില്ലിങ്സ്. ഉഴുന്ന് നമ്മൾ എടുക്കുവാണേ 1 കിലോയുടെ 1 കിലോ ഉഴുന്നിന് 11,400 ഷില്ലിങ്സ്. കാശ്മീരി ചില്ലി പൗഡർ 10,800 ഷില്ലിങ്സ്. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞതിനിടയ്ക്ക് തന്നെ നമ്മളിവിടെ ഓർഡർ കൊടുത്തിട്ട് ഷോപ്പിങ്ങിന് പോയായിരുന്നു. അതെ, മോമോസിൻ്റെ ഒരു ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നൂഡിൽസ്, മോമോസ്, ഇത് രണ്ടും നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി എരിവാണേ. മോമോസ് ഒരുപാട് നാൾ കൂടിയ മോമോസ് ഇവിടെ വന്ന് കഴിക്കുന്നത്. ഇതിൻ്റെ ചട്നി അപാര എരിവ, ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റത്തില്ലാത്ത എരിവ. എങ്കിലും നമ്മൾ എരിവ് കൂട്ടും. നമ്മൾ കോട്ടയംകാരല്ല, എരിവ് ഒത്തിരി കൂട്ടുന്ന ആൾക്കാരാണല്ലോ. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഫുള്ള് നോർത്ത് ഇന്ത്യൻസിൻ്റെയാണ്. അപ്പം നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫുഡുകളെല്ലാം നമുക്ക് ഇവിടെ വന്ന് കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയേ. ഇനി നമുക്ക് കുക്കുവിൻ്റെ ഹെയർ കട്ടിംഗ് ഉണ്ട്. ടീച്ചാനും കുക്കും കൂടെ പോയി നേരത്തെ. കാര്യം ഇന്ത്യൻസിൻ്റെ ഷോപ്പാണ്. അപ്പോൾ കുറേ ക്യൂ ഉണ്ടാവും. ഓർഡർ അനുസരിച്ചാണ് നമ്മളെ അവർ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ കുക്കുവിൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നതിന് 25,000 ഷില്ലിങ്സ് ആണേ. അപ്പോൾ അതെ, കുക്കുവിനെ വിളിച്ചെന്ന് തോന്നി. ഇന്ന് ആൾ കുറവാണെന്ന് തോന്നുന്നു. കുക്കുവിൻ്റെ ഹെയർ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇന്ത്യൻസാണ് കൂടുതലും. ഇതിൻ്റെ ഓണർ ഹെയർ കട്ട് ചെയ്യുന്നവരും എല്ലാവരും ഇന്ത്യൻസാണ്, നോർത്ത് ഇന്ത്യൻസ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ഷോപ്പിലാണ് പോയി കട്ട് ചെയ്തത്. ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. എൻ്റെ ഹെയർ എല്ലാം ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ്. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് ഇവിടുത്തെ. നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.